വെൽക്കം ടു നിംഷാസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ. ഈ ഒരു എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണ്. സാധാരണ നമ്മൾ ചൈനീസ് എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. ഈ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പിൽ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയുക. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം ചെയ്യാം, അതായത് ഊറ്റി കളയണം ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണ സമയത്ത് കുറച്ച് ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കണം കേട്ടോ, പക്ഷെ ഒരുപാട് കൂടി പോരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റൈസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം കുതിർത്തിയെടുത്തിട്ട് ഊറ്റിയെടുത്ത ആ ഒരു ബസ്മതി റൈസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരു 6-7 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു റൈസ് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത് കേട്ടോ. പക്ഷേ റൈസ് വെന്തിട്ടുണ്ടാവണം, ഒട്ടിപ്പിടിക്കരുത്, അതുപോലെ കുഴഞ്ഞും പോരുത്. ആ ഒരു രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. റൈസ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പം തന്നെയാണ്. അത് ഏത് ടൈപ്പ് ഫ്രൈഡ് റൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. വയറ്റിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഒരുപാട് സമയമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്ന വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റൈസ് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം തണുത്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എടുത്തിട്ട് റെഡിയാക്കിയാൽ മതി. തലേ ദിവസം വൈകുന്നേരം റൈസ് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് തീരെ പൊട്ടി പോവില്ല, അതുപോലെ കുഴഞ്ഞൊന്നും പോവില്ല. അതായത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പിന്നെ അത് തണുത്തിട്ടായിരിക്കുമല്ലോ ഇരിക്കുക ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ റൈസ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം പിന്നെ ബാക്കി വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുക്കില്ലേ, അതിലേക്ക് റൈസ് ചേർക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. കാരണം നമ്മൾ അതിലിട്ടിട്ട് കുറേ സമയം നമ്മളിത് ഒന്ന് റൈസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ തന്നെയായിരിക്കും ആ കറക്റ്റ് ഒരു ഫ്ലേവറൊക്കെ വരിക. ഇപ്പോൾ കണ്ടില്ലേ, റൈസ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നാൽ മതി. ഇതുപോലെ അത്യാവശ്യം വെള്ളം കൂടുതൽ തന്നെ ഉണ്ടാവണം കേട്ടോ കുക്ക് ചെയ്ത് വന്നതിന് ശേഷം. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, റൈസ് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വേവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്തും വരും, അതുപോലെ ഓവറായിട്ട് കുക്കായിട്ടും വരില്ല. അതിപ്പോൾ ഏത് ടൈപ്പ് റൈസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ തയ്യാറാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 6-7 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ, വെളുത്തുള്ളി തന്നെ മതി. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എണ്ണ കൂടി പോയാലും ഫ്രൈഡ് റൈസ് ഒന്നും കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ വഴറ്റിയെടുക്കണ ഒരു സംഭവങ്ങൾ ചെയ്യണ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഫ്ലേവർ വരിക. നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഒരു പകുതി സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പക്ക ചൈനീസ് ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും, അതുപോലെ ഒരു 1/4 ഭാഗത്തോളം ക്യാപ്സിക്കോ ഇതുപോലെ കനം കുറച്ച് മുറിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ബീൻസോ അങ്ങനെ വേറെ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം.
സാധാരണ ചൈനീസ് ഫ്രൈഡ് റൈസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇതുപോലെയല്ല കട്ട് ചെയ്തെടുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിന് നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ കട്ടിങ് എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ടേസ്റ്റിൽ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോണ ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കരുത്. പച്ചക്കറികളൊക്കെ ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ക്യാരറ്റും ഈ ക്യാപ്സിക്കത്തിനൊന്നും ഒരുപാട് കുക്കിംഗ് ടൈമും അങ്ങനെയൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് തന്നെ വന്നോളും. ഇപ്പോൾ ഇത്രയും മാത്രം ഇത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം. മുട്ടയാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു പച്ചക്കറികൾ ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കണില്ലേ, ഇതിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ട് കേട്ടോ. ഞാൻ മുട്ടയും കൂടിയും സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കറികൾ ഒരു വശത്തേക്കൊന്ന് മാറ്റുക. അതിനുശേഷം നടുവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ. അപ്പം എഗ് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അത്യാവശ്യം അളവിൽ മുട്ട ചേർത്താൽ തന്നെയാണ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയും നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കണ വെജ് ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയും എഗ് ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് അളവിൽ കുരുമുളക് പൊടിയും കൂടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണ്ട. ചെറുതായിട്ട് എഗ്ഗിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മൾ റൈസൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ട് അതുപോലെ പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് തന്നെ ധാരാളമാണ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട മാത്രം ഇതുപോലെ ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുക. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇതുപോലെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലൊക്കെ ഈ എഗ്ഗിൻ്റെ ഒരു കോട്ടിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പിന്നെ അങ്ങനത്തെ അത്ര പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. സാധാരണ നമ്മൾ എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്യണ ആ ഒരു രീതിയിൽ തന്നെ. ഈ ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ചൂടോട് കൂടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും ട്ടാ. ഇപ്പോൾ കണ്ടില്ലേ, മുട്ട കറക്റ്റായിട്ട് തന്നെ സ്ക്രാമ്പിളായിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ആയിട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്തും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതിപ്പോൾ ഏത് മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. അത് കാരണമാണ് നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നത്. സാധാരണ ഫ്രൈഡ് റൈസിൽ നമ്മൾ മുളക് പൊടിയോ ഗരം മസാലയോ ഒന്നും തന്നെ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു റെഡിഷ് കളറിലിരിക്കണ ഒരു ഫ്രൈഡ് റൈസ് ആണ്. സാധാരണ വൈറ്റ് കളറിലിരിക്കണ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അല്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസാണ്. അത് കാരണമാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് സോയാ സോസാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിലൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ കിട്ടുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഒരളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും തന്നെയാണ് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, റൈസ് തീരെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റായിട്ട് ഇതുപോലെ വിട്ട് വിട്ട് തന്നെ വരണം ട്ടോ. അപ്പോഴായിരിക്കും ഫ്രൈഡ് റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരുള്ളൂ. അതിപ്പോൾ ഏത് ഫ്രൈഡ് റൈസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ?
അപ്പോൾ ഈ ഒരു സമയത്തും ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ റൈസ് പൊട്ടിപ്പോവാതെ താഴേന്ന് മുകളിലേക്ക് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൈസൊക്കെ കുഴഞ്ഞു പോകാനും അതുപോലെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു റൈസ് കുഴഞ്ഞു പോകാൻ സാധ്യതയില്ല, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇത് എന്താ പറയുക ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ സോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് ഫ്രൈഡ് റൈസിനൊക്കെ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അതിനാണ് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്യണമെന്ന് കേട്ടോ. പിന്നെ ഇതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ നല്ലെണ്ണ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതായത് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടി പുളി രസമൊക്കെ വേണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ചേർത്ത ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിന് അതിന് അത്യാവശ്യം ചെറിയൊരു പുളിയുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇനിയിപ്പോൾ വിനാഗിരിയുടെ ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റിനും അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടിയോളം സ്പ്രിംഗ് ഒണിയൻ ലീവ്സ് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയനും ഇതിന് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൽ സാധാരണ രീതിയിൽ സ്പ്രിംഗ് ഒണിയന് പകരം ചിലർ മല്ലിയിലും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി, സ്പ്രിംഗ് ഒണിയൻ ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ചൂടോടുകൂടി കഴിക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്ന സൈഡ് ഡിഷിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ചിക്കൻ മഞ്ചൂരിയൻ, എഗ് മഞ്ചൂരിയൻ, അതുപോലെ ചില്ലി ചിക്കൻ, അതുപോലെ ഉള്ള റെസിപ്പീസൊക്കെ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റേ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.